ഒന്നും അന്വേഷിച്ചു. ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് പറയുന്നതേ നമ്മുടെ നിത്യജീവിതത്തില് പലരും തളർന്നു പോകുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ഓരോ ദിവസവും സന്തോഷമായി മുന്നോട്ട് പോകണം. ഇപ്പം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയോ? എനിക്കറിയാവോടെ മനുഷ്യൻ ഹാപ്പി ആവാനുള്ള വഴി എന്താണെന്ന്? മനുഷ്യന് ഇതിപ്പോ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. എന്തുവാണെന്ന് പറയാമോ? സോഷ്യൽ മീഡിയ അല്ല. സോഷ്യൽ മീഡിയ ഒക്കെ ഇവരിങ്ങനെ എന്തിനാ വലിച്ചു വരി എഴുതി വെക്കുന്നത്? എന്തിനു വേണ്ടിയാ? അംഗീകാരത്തിന് വേണ്ടി, ആദരവിന് വേണ്ടി. മനസ്സിലാവുന്നോ? നമ്മുടെ ജീവിതത്തില് ഇപ്പം മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു അംഗീകാരവും ആദരവും. ഞാൻ പറയുന്നത് ഇന്ന് ഇതെങ്ങനെ കിട്ടും? മനസ്സിലാവോ? ഇത് കിട്ടാൻ വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യും? മനസ്സിലായോ? ഇതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? ഇതുകൊണ്ടുള്ള ദോഷം എന്തൊക്കെയാണ്? മനസ്സിലാവുന്നു? ഇതിന് ഈ വക കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മാറിയുന്നോളൂ, വണ്ടി പോട്ടെ. ഓക്കെ, മോക്ക് പറയാമോ? നേക്കുട്ടിന് പറയാമോ? അല്ലെ കുഞ്ഞിന് പറയാമോ? അംഗീകാരം അല്ലെ ആദരവ് എങ്ങനെയാ ലഭിക്കുന്നതെന്ന്? നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു സ്റ്റേജിൽ കയറി ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു മത്സരത്തിന് വേണ്ടി എന്തെങ്കിലും അങ്ങനെയാണോ ആദരവ് കിട്ടും? ഓക്കെ, മറ്റുള്ളത് എന്നാ ഞാൻ പറയട്ടെ. സത്യസന്ധത, പരിശ്രമം, ധാർമ്മിക മൂല്യങ്ങൾ, നമ്മുടെ സാമൂഹിക സേവനം, മറ്റുള്ളവരെ ആദരിക്കൽ. മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അംഗീകാരവും ആദരവും നേടിച്ചേരും. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു സംഭവം പറയട്ടെ ഇനി. ഇത് ലഭിക്കാൻ വേണ്ടി മനുഷ്യര് ചെയ്യുന്ന ഈ റിട്ടയർഡായ ഗവൺമെന്റ് എംപ്ലോയീസ് എല്ലാം ഉണ്ടല്ലേ, സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവും? പല രീതിയിലുള്ള അവരുടേതായ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും ചിലപ്പോൾ അവർ മുന്നോട്ട് പോയത്. അത് ജനങ്ങളെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അകറ്റി നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ഈ റിട്ടയർമെന്റ് ഒക്കെ കഴിയുമ്പോണ്ടല്ലോ, ഇപ്പോഴും ഈ റിട്ടയർമെന്റ് പഴഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലുള്ള റിട്ടയർഡ് ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവര് നല്ല ചെറുപ്പത്തിലാണ്. മനസ്സിലായ? ഇവർക്ക് പ്രായമായി എന്ന് നമുക്ക് തോന്നില്ല. അപ്പൊ അത്രയ്ക്കുള്ള യൗവനത്തിന്റെ ഒരു പീരീഡ് പോലെ ഇവരെ കാണപ്പെടുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി കഴിഞ്ഞാല് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരവിടെ നേടിക്കൊണ്ടിരുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു ആദരവ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ബഹുമാനം, ഇത് നിലനിർത്താൻ അവരെന്ത് ചെയ്യും? ശ്രമിക്കും. മനസ്സിലായോ? അത്തരത്തിലുള്ള അതുകൊണ്ടാണ് പലരും രാഷ്ട്രീയത്തിൽ വരും, പള്ളിയിലെ പരിപാടിക്ക് വരും. നിങ്ങളുടെ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ ഇപ്പൊ? അതൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പൊ എന്തോന്നറിയാം? ഞാൻ കഴിഞ്ഞൊരു ദിവസം കണ്ട ഒരു വാർത്ത പറയുക കേട്ടോടെ. പേരൻസ് ടീച്ചേഴ്സ് PTA പ്രസിഡന്റായി നമ്മുടെ പാനൽ ജയിച്ചു. കാര്യം എന്താണെന്നറിയാം? അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി പിടിച്ചെടുത്തു, അമ്പല കമ്മിറ്റി പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിൽ ആൾക്കാരെ എന്ത് ചെയ്യുമായിരുന്നു? തള്ളി പിടിച്ചു വലിച്ചു വെച്ച് ചെയ്യുക, പുറകെ നടന്ന് പിടിച്ചു വെക്കുമായിരുന്നു. ഇപ്പോഴോ സ്ഥിതി മാറിയതാണ്ടോ? ഇത് എന്തിനു വേണ്ടിയാണ്? അംഗീകാരം കിട്ടാൻ വേണ്ടിയാ, അല്ലെങ്കിൽ ആദരവ് കിട്ടാൻ വേണ്ടിയാ. മനസ്സിലായോ? ഇതിന്റെ ഒരു വാല്യൂസ് മനസ്സിലാക്കണം. അംഗീകാരവും ആദരവും എന്താണ്? മനുഷ്യന് ഭയങ്കരമായ ഒരു സംഭവമാണ്. ഹായ് ഡിയർ ഭുവനേന്ദ്രൻ, എന്തുകൊണ്ട്? ചേനയെല്ലാം കളച്ചോ? ഒരു ചേന നമുക്ക് തരണേ. പിന്നെ പറിച്ചിട്ട് മതി, ഒന്ന് തൂക്കി വെച്ചിരുന്നാ മതി. ഓക്കെ, അപ്പം മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഭുവനേന്ദ്രനോ അംഗീകാരം കിട്ടുന്ന എങ്ങനെ? അയാളുടെ ജോലിയില്. മനസ്സിലായോ? നമുക്കിവിടെ ലിനിയോട് വരും, നമ്മൾ ആ വയലിന്റെ അവിടെ ഒരു പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പണിക്കാരനില്ല, ഉണ്ടോടെ? ഭുവനേന്ദ്രന് കിട്ടുമെന്ന് നമ്മൾ ഫസ്റ്റ് ഇപ്പൊ നോക്കുന്നത്. മനസ്സിലായോ? അതും ഒരു അംഗീകാരം. മനസ്സിലാവുന്നു? ഈ അംഗീകാരം കിട്ടാൻ മനുഷ്യൻ എന്തൊക്കെ ചെയ്യും? അതാ നമ്മുടെ ഇത്. ചിലവരെന്ത് ചെയ്യുന്നറിയാം? ഞാൻ മുമ്പേ പറഞ്ഞു അംഗീകാരവും ആദരവും എങ്ങനെ ലഭിക്കുന്നു. ചിലരൊക്കെ കണ്ടുണ്ടോ, വളരെ വലിയ തോമസ് ലീയെ പോലെ അങ്ങ് നടക്കും. എന്തിനാ? വിശുദ്ധ ഗീവർഗീസ് അതേപോലെ നിൽക്കുന്നത്. സ്വഭാവമല്ല, പെരുമാറ്റം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാന്ന് നമുക്ക് തോന്നും.
മനസ്സിലായോ? ഭയങ്കര സത്യസന്ധനായി തോന്നും. അതെന്താന്ന് വെച്ചാ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം. ക്യാരക്ടർ വേറെ, ബിഹേവ് വേറെ. നിങ്ങൾ ഒരാൾ പെരുമാറുന്നത് കണ്ട് നമ്മൾ വിചാരിക്കും അവൻ വലിയ സഹായിയാണ്, അല്ലെങ്കിൽ അവൻ നമുക്ക് എന്ത് ചെയ്യും, ആ പെരുമാറ്റത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പലരും. പക്ഷെ പെരുമാറ്റം എൻറ്റയർലി ഡിഫറെന്റ് സാധനമാണ്. മനസ്സിലാവുന്നു? അതെന്ന് പറഞ്ഞാൽ നമ്മൾ വിടുന്ന സാധനമാണ്. എങ്ങനെ? മനസ്സിൽ നിന്ന് വിടുന്നതാണ്. അതോ ലവം വരും നമുക്ക് ഇങ്ങനെ നടക്കാം, ഇതേ ലവം വരും നമുക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാം. അല്ല, അത് ആക്ച്വലി ഹി നോസ് ഹിം വെരി വെൽ. അപ്പൊ അവൻ എന്താ ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പ്. ബട്ട് അന്നേരമായിരിക്കും ഒരു പട്ടി ഇങ്ങോട്ട് കടിക്കാൻ വരുന്ന അവനെ, ഒരു 400 ചീത്ത. അപ്പൊ നമുക്ക് അതാണ് ക്യാരക്ടർ. ക്യാരക്ടർ ബ്രേക്ക് ഔട്ട് വെൻ ദേ ആർ ഗെറ്റിംഗ് ദ സർക്കംസ്റ്റാൻസസ്. മനസ്സിലായോ? എവരിവൺ ഹാവ് ദ ക്യാരക്ടർ ഫ്ലോ ദാറ്റ് ബ്രേക്ക് ഔട്ട് വെൻ ദേ ആർ ഗെറ്റിംഗ് ദ സർക്കംസ്റ്റാൻസസ്. എല്ലാവർക്കും സ്വഭാവ വൈകല്യം ഉണ്ട്. അത് പുറത്തു വരുന്നത് സാഹചര്യത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് ബിഹേവ് വേറെ, ക്യാരക്ടർ വേറെ. മനസ്സിലായോ? നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങള്, ഈ അംഗീകാരവും ആദരവും നമ്മൾ എവിടുന്ന് എങ്ങനെ മേടിക്കും എന്നുള്ളത് ഇനി നോക്കുന്നത്. ഇത് കിട്ടാൻ വേണ്ടി മോക്കിപ്പം അംഗീകാരവും ആദരവും കിട്ടാനുള്ള എളുപ്പ വഴി എന്തോ? പെട്ടെന്ന് പറ. യെസ്, വെരി ഗുഡ്. മികച്ച പഠനം. 2, പിന്നെ നല്ല തൊഴില്. നല്ല തൊഴില്, IAS IPS അങ്ങനെയുള്ളതായി മാറുക. മനസ്സിലാവുന്നോ? അടുത്തേ പറഞ്ഞോ. ഇപ്പൊ നമ്മൾ പൂനേന്ദ്രൻ രാവിലെ നമ്മൾ ഇപ്പൊ എത്ര സമയമായി? 6:45 നമ്മൾ നോക്കും. പൂനേന്ദ്രൻ അവിടെ നിന്ന് ആ ഏരിയ മൊത്തം കളച്ചു കഴിഞ്ഞു. പരിശ്രമം. എന്തോ പരിശ്രമം ഒരു കാര്യമല്ലയോ? അടുത്തേ പറഞ്ഞോ. നേട്ടങ്ങള്, നേതൃത്വ ഗുണം. ഒരു നേതാവായിട്ട് നമ്മുടെ നിയാക്കുട്ടൻ സ്കൂള് അല്ലെ നിയാക്കുട്ടനൊക്കെ എന്തോ സ്കൂളിലെ പ്രധാനപ്പെട്ട ആൾക്കാരായി മാറി നിൽക്കുന്നത്. മനസ്സിലായോ? പിന്നെ അടുത്താണ് പ്രശസ്തി. എന്തോ? ഈ പ്രശസ്തി വേണ്ടിയാണ് മനുഷ്യൻ ഈ ഓടുന്നതൊക്കെ. പണ്ടൊക്കെ ഒരു പ്രശസ്തിയും കിട്ടാത്തവന്മാരൊക്കെ എന്ത് ചെയ്യും? ഫോൺ നമ്പർ നമ്മുടെ ഈ ട്രെയിനകത്ത് കയറിയിട്ട് ആ ടോയ്ലറ്റിലോട്ടം കയറിയിട്ട് എന്ത് ചെയ്യും? ഇരുന്ന് എഴുതും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവന്റെ ഫോൺ നമ്പറോട് എഴുതി വെക്കും, എന്നെ വിളിക്കൂ. എങ്ങനെ? എന്നിട്ട് രണ്ടാമത്തെ അതൊരു പ്രശസ്തി. അത് മാത്രമല്ല പ്രശസ്തി എന്ന് പറഞ്ഞാൽ ലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കും. ഈ പ്രശസ്തിക്ക് വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യും? എന്തും ചെയ്യും. നിങ്ങൾ ആലോചിച്ചോണം. മനസ്സിലായോ? പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അംഗീകാരമാണ്. മനസ്സിലായോ? ഇപ്പൊ അമേരിക്ക മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ആക്ച്വലി നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടുത്തുകാർ പോയാലുള്ള പ്രോബ്ലം എന്താ? അവിടെ ആരും ആരെ അംഗീകരിക്കുന്നില്ല, അവനവന്റെ കാര്യം നോക്കി ജീവിച്ചോണം. പക്ഷെ ഇവിടെ ആളാകെ പ്രശസ്തി ഉണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു കാര്യമാണ് പണം. ഇവിടെ എന്താണ്? ആദരവ് കിട്ടുന്നതിന് വേണ്ടി, അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി പണം. അമ്പലം, പള്ളി ഇവിടെയൊക്കെ വന്നിട്ട് എന്തോ ചെയ്യും? അവൻ പണ്ട് ഏതെങ്കിലും വഴിയിലൂടെ ഉണ്ടാക്കിയ പൈസയായിരിക്കും. അതിനകത്ത് കോടിക്കണക്കിന് രൂപ ബാങ്കിൽ കാണും. അതിൽ നിന്ന് 1,00,000 രൂപ പലിശ കഴിഞ്ഞെടുക്കും, പള്ളിക്ക് അങ്ങ് കൊടുക്കും. കർത്താവിനെയും ദൈവങ്ങളെയൊക്കെ അവയങ്ങ് വിലക്കെടുക്കും. മനസ്സിലായോ? അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്? പണം കൊണ്ട് നേടുന്നത്. പിന്നെ അധികാരം വഴി. ഈ അധികാരത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ടോ അധികാരം. ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പണ്ടെന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാരുടെ ഭരണകാലത്തൊക്കെ രാജാവായ അതങ്ങ് കുടുംബമായിട്ടൊക്കെ അങ്ങ് നിലനിർത്തുമായിരിക്കും. മനസ്സിലാവുന്നോ? നിലനിന്നു കൊണ്ടിരുന്നതാ അയാളുടെ മകൻ. അങ്ങനെ ആ കൈമാറ്റം ചെയ്തു വരുമായിരുന്നു. ഇന്നോ മകൻ കേറും, അല്ലെ മകൻ കഴിവുള്ളവനായാലും അവൻ വരുന്നതിനെ എതിർക്കുക. പിന്നെ BJP വന്നതിന് ശേഷമായി ഇത്രയും എന്തുണ്ടായ? ഈ മക്കളുടെ രാഷ്ട്രീയം ഉണ്ടായ. ഇവര് എല്ലാ ആൾക്കാരുടെയും മക്കൾ രാഷ്ട്രീയത്തില, അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായ പവർ ഉപയോഗിച്ച് ആരുടെ എടുത്തു? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പൊട്ടത്തരം പറയുന്നത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാന്നോ പറയുന്നത്? അവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എല്ലാം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു, രാജീവ് ഗാന്ധി വെടിയേറ്റു, അവരെല്ലാം മരണം, അവര് രക്തസാക്ഷികളാ. അതിനെയൊക്കെ ചുമ്മാ ഇവിടുന്ന് എന്തെങ്കിലും പൊട്ടത്തരം. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ ആരുടെ മോദിക്ക് കുടുംബം ഇല്ലാഞ്ഞതുകൊണ്ടാ, കുടുംബം ഇല്ലാത്തതല്ല, ഭാര്യയുണ്ട്, മക്കളില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും ആലോചന നിതിൻ ഗഡ്കരി ആയിക്കോട്ടെ, A to Z ആൾക്കാരുടെയും മക്കൾ എന്തായിരിക്കും? ഒന്നുകിൽ രാഷ്ട്രീയത്തിലായിരിക്കും,
അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനം അവരുടെ കയ്യിലായിരിക്കും. അതിനകത്ത് മാറ്റമേ ഇല്ല. യെദ്യൂരപ്പയായി ആരെ എടുത്തു, ഒറ്റ നേതാവിനെ എടുത്തു, എല്ലാവരും മക്കൾക്ക് ആ രീതി കൊടുക്കും. അത് ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്, ആ സിസ്റ്റം കൊണ്ടുവന്നത് BJP ആണ്. പക്ഷെ അവർ തിരിച്ചു പറയും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും പറയാൻ പറ്റും. മനസ്സിലായോ? അതുപോട്ടെ, ചിലർ അംഗീകാരം നേടുന്ന എങ്ങനെയാണെന്നറിയാമോ? നല്ല ഫ്രണ്ട്ഷിപ്പ്, മനസ്സിലായോ? അതോടൊപ്പം തന്നെ നല്ല റിലേഷൻഷിപ്പ്, ഐ മീൻ ഫാമിലി. അപ്പൊ നീ തന്നെ പറയാറില്ലയോ, ഞങ്ങള് പത്തനംതിട്ട, എന്തോടെ നിങ്ങളുടെ ഫാമിലിയുടെ പേര്? പുത്തമ്പറിക്കുന്ന അല്ലല്ലേ? കൊല്ലന്റെ എഴുകത്തുകാരാണെന്ന്. കൊല്ലന്റെ ഏത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലന്മാര് താമസിച്ചിരുന്നതിന്റെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ അവര് പറയുന്നു, അവർ അന്നേരം എന്തോ ആയാലും ശരി, അതൊക്കെ അങ്ങനെ പറയുന്നവര് എന്റെ കുടുംബം ഭയങ്കരമാണ്, കുടുംബം ഭയങ്കരമാണെന്നും പറഞ്ഞുകൊണ്ട്, കേട്ടോ നേക്കൂട്ടാ, ഈ അന്നത്തെ കാലത്ത് ഇവിടെ അവര് ഭയങ്കര കുടുംബക്കാരടെ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? കെട്ടിച്ചു വിടും. മനസ്സിലാവുന്നോ? പൈസ കൊടുക്കും. കല്യാണത്തിനൊക്കെ പോകുമ്പോ അവര് ഭയങ്കര കുടുംബക്കാരാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഒന്ന് പോ കണ്ടോ നേക്കൂട്ടാ, ഇത് സംഭവം അടിയുണ്ടാക്കല്ലേ പ്ലീസ്, ദയവേദി. ഇത് സത്യത്തെ ആൾക്കാർ കാണും. പറഞ്ഞു. എന്റെ ദൈവം, അങ്ങനെ അന്വേഷിക്കുന്നതല്ലേ വന്ന് പെടുന്നതാ എല്ലാരും. എടേ അതൊക്കെ അങ്ങനെ ഈ ബ്രോക്കറിന്റെ കയ്യിലിരിക്കും ഈ കളി, കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിന് ഫസ്റ്റ് നീയാക്കൂട്ടാ, ഞാൻ മാറിയത് എന്റെ 2 കൊച്ചും കൂടെ നടന്നുകൊണ്ടാ. എന്തോട്ടെ, ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. പക്ഷെ നേക്കൂട്ടാ മൈൻഡ് ചെയ്യുന്നു നോക്ക്. അല്ല, ഞാനീ പറഞ്ഞ കുടുംബം, കുടുംബം നോക്കിയപ്പോ വലിയൊരു അത് അങ്ങനെ ഇങ്ങനെ വന്ന ഒരു സാധനം, ഇങ്ങനെ അംഗീകാരം ആദരവ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അതെ നേഹ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ കേപ്പബിലിറ്റി, നിങ്ങൾ ആർജിച്ചെടുത്ത ജ്ഞാനം, നിങ്ങളുടെ ബിഹേവ്, നിങ്ങളുടെ ക്യാരക്ടർ. പക്ഷെ ഞാൻ പപ്പ ചുമ്മാ തമാശയ്ക്കായാലും മുമ്പേ ബിഹേവിനെ പറ്റി പറഞ്ഞാലും ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് നോക്കി. അതായത് ബിഹേവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. മനസ്സിലാവുന്നോ? ഏനേഹ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞുകൊണ്ടായാലും ശരി അങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. ആക്ച്വലി നിങ്ങളൊരു സമൂഹത്തെ ബഹുമാനിക്കുന്നു, സ്ത്രീകളെ ബഹുമാനിക്കുന്നു, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുന്നു. ആ ബിഹേവ് വേണം, ക്യാരക്ടർ വേണം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ എടുക്കുന്ന റിസ്ക്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് തിരിച്ചു വരുവാനുള്ള ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം നിങ്ങളുടെ എന്താണ്? നിങ്ങളുടെ സ്നേഹവും നിങ്ങൾക്ക് ആദരവും, അതോടൊപ്പം തന്നെ എന്തും പിടിച്ചു പറ്റും, അംഗീകാരവും പിടിച്ചു പറ്റും. മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ അതിൽ പറഞ്ഞ പോയിന്റ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണം. മനസ്സിലായോ? ലിനി ഔട്ടായി. നമ്മൾ മനസ്സിലാവുന്നോ? ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു സിമ്പിൾ വാക്ക് കേട്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ സമൂഹം ഇതാവും? അപ്പൊ ഞാൻ ലിനിയെ കാണിക്കാം. അങ്ങനെയൊന്നും അല്ല. അപ്പൊ അടുത്ത എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? ഒന്ന്, നമുക്ക് അംഗീകാരവും, പതുക്കെ പോകുമ്പോൾ ഇപ്പം എത്തും, അംഗീകാരവും ആദരവും കിട്ടിയാലുള്ള ഗുണം എന്തോന്നറിയാം? ആത്മവിശ്വാസം വർദ്ധിക്കും. എന്തോ ചെയ്യും? ആത്മവിശ്വാസം. പിന്നെന്തോ പറ്റുമെന്നറിയാം? നമുക്കൊരു പ്രചോദനമായി, ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, ഇതൊക്കെ ഉണ്ട്. ഇൻസ്പിറേഷനും മോട്ടിവേഷനും അറിയാമോ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പപ്പ ഇങ്ങനെ പറയാ, മോളെ ഇടിച്ചു കയറിക്കോ, നിന്നെ കൊണ്ട് ഇത് കഴിയും, യു ക്യാൻ. മനസ്സിലാവുന്നു? ഞാൻ ഇങ്ങനെയുള്ള അഫർമേഷൻസ് ആയിട്ടുള്ള വേർഡ്സ് അങ്ങോട്ട് പറയും. അതൊരു മോട്ടിവേഷനാ. മനസ്സിലാവുന്നു? ബട്ട് നമ്മൾ ഈ മോട്ടിവേഷനൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിനുണ്ടായത്, അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യർക്കെല്ലാം, ഈ വിജയിച്ചവന്മാർക്കെല്ലാം ഇൻസ്പയർഡാ. എന്തോന്നറിയാം? അവന്മാരുടെ ജീവിതത്തിൽ അവന്മാർ അത്രമാത്രം അപമാനമേറ്റു. മനസ്സിലായോ? എന്തൊക്കെയോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. മനസ്സിലാവുന്നു? അവന്റെ കുട്ടിക്കാലത്ത് അതിൽ നിന്നുണ്ടാകുന്ന തീഷ്ണത അതെവിടെ കാണും? എപ്പോഴും എവിടെടേ? നമ്മുടെ മൈൻഡിലുണ്ടാവും. അതാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാവുന്നു? പിന്നെന്ന് പറഞ്ഞാൽ ഓരോ ബന്ധങ്ങളുടെ ശക്തി, സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനം, ഇതൊക്കെ എന്താണ്? അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രചോദനം, ഇതൊക്കെ അംഗീകാരം കൊണ്ട് നമുക്ക് സമൂഹത്തിലുള്ള ഗുണങ്ങളാണ്. എന്നാൽ ദോഷം എന്തൊക്കെയാ? ചിലവന്മാർക്ക് അംഗീകാരം കിട്ടിയാലുള്ള ദോഷം എന്താ? അഹങ്കാരം, പിന്നെ പരസ്പരം മത്സരിക്കുക, ഞാനാ മിടുക്കനെന്ന് തോന്നിപ്പിക്കും, ആത്മാഭിമാന കുറവ്. അവ എന്നെ അങ്ങനെ പറഞ്ഞു. മനസ്സിലായോ? നിരാശ വരാനുള്ള സാധ്യത, വിഷാദം വരാനുള്ള സാധ്യത. മനസ്സിലായോ? വില കുറഞ്ഞവനായിട്ടൊരു തോന്നലൊക്കെ വരും. എപ്പോഴാ? എപ്പോഴാ? ഈ അംഗീകാരം പോകുന്നതുകൊണ്ടുള്ള ദോഷവശങ്ങളാണ് അതൊക്കെ. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആരോ വിളിച്ചു. ആ പറഞ്ഞു. ഈ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അതില് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക, ബാക്കി വേറെ പ്രവർത്തിക്കാതിരിക്കുക. അതൊരു വലിയ സംഭവമാണ്, അതൊരു വലിയ സംഭവമാണ്. ഇനി നമ്മൾ പറയുന്നത് എന്തോന്ന് വെച്ചാൽ, ഈ അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോ എന്ത് സംഭവിക്കും മനസ്സിലായോ? ഒന്ന് അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പറയട്ടെ, വണ്ടി ഞാൻ പൊയ്ക്കോട്ടെ. ഓക്കെ, അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഞാൻ ഒന്ന് പറയാം. ഒന്ന് മാനസികമായ പ്രശ്നങ്ങളാ. എന്തൊക്കെ മാനസികമായ പ്രശ്നം? അതെന്തുമായിരിക്കും എന്ന് പറ. നിരാശ ഉണ്ടാവോ? ഒരു ആത്മാഭിമാന കുറവ് ഉണ്ടാവുമോ? ഒരു ഒറ്റപ്പെടൽ ഇതുണ്ടാവുമോ? ഇതൊക്കെ ഈ ആദരവ് ലഭിക്കാതിരിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നങ്ങളാ. ഇനി അടുത്തേ, അതിന് ഈ അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോ നല്ല രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. എനിക്ക് അംഗീകാരം ലഭിക്കുന്നില്ല, അപ്പൊ ഞാൻ എന്തോ വേണം? നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ എന്തോ ചിന്തിക്കും? എനിക്ക് അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യും? സ്വയം വില ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? നമ്മളൊന്ന് മെച്ചപ്പെടുത്താൻ മെച്ചപ്പെടുത്തിയോ? പുതിയ ഒരു ആശയം ഉണ്ടാക്കും. മനസ്സിലാവുന്നോ? നമ്മൾ തന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുമോ? ഇതൊക്കെയാണ് അതിൽ നിന്നുണ്ടാകുന്ന സംഭവങ്ങൾ. ഇനി ഈ അംഗീകാരം ലഭിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു ദോഷ വഴി പോകും. എനിക്ക് അംഗീകാരം ലഭിച്ചില്ല, അപ്പൊ അവന് അസൂയ ഉണ്ടാവും, അവൻ പ്രതികാരം അവന്റെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധി, ഇവന്മാർ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങും. മനസ്സിലായ? അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് ഈ മദ്യപിക്കുന്നവരോടൊക്കെ നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങളും നല്ല സ്നേഹവും ഉണ്ടായി അവരെ നല്ലോണം പരിഗണിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിൽ അവർക്ക് മാറ്റം ഉണ്ടാവും. മനസ്സിലാവുന്നോ? പിന്നെ ഈ ഇവർക്ക് സമൂഹത്തിനോട് ഈ രീതിയിൽ ആൾക്കാർ അംഗീകരിക്കാതിരിക്കുമ്പോണ്ടല്ലോ, ഇവർക്ക് സമൂഹത്തോടൊരു എതിർപ്പ്. എന്നെ ഇവന്മാർ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ ഇതിന്റെ ഒരു പരിഹാരം വേണോ? ആ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നൂടെ പറഞ്ഞ് നമ്മളിപ്പോ ഇവിടെ അങ്ങ് നിർത്തുക. ഒന്ന്, ഫസ്റ്റ് എന്ന് പറയുന്ന സാധനം സ്വയം മാറുക. എന്താ? ഞാൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനത് എന്താ പറഞ്ഞതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് വളരെ അങ്ങ് പഠിച്ചു വെച്ചോണം. ബിനു തോമസും ബാബു യോഹനാനും ബിജു വർഗീസും എല്ലാം ജീവിതത്തിൽ അവർ കാണുന്നവരായോണ്ട് പറയാം, നമ്മളോട് സമൂഹം പറയും വാക്ക് മാറ്റരുതെന്ന്. എന്തിനാ? പണ്ടത്തെ കാലഘട്ടത്തിൽ തമ്പ്രാമ്മക്ക് അടിയാന്മാരോട് പറയും, എടാ നീ വാഴയ്ക്ക് വളവിടാൻ വരണേ, നീ ഇതിന് വരണേ. ഇങ്ങനെ പറഞ്ഞു ഇവൻ എന്ത് ചെയ്ത് വാക്ക് മാറ്റാതെ, നീ ക്ഷത്രിയനാണ്, നീ വാക്ക് മാറ്റരുത്, നീ ഇങ്ങനെ പറയുന്ന എന്തിനാ? യുദ്ധം ചെയ്യണം. അവൻ വാക്ക് മാറ്റി അവൻ പിറ്റേന്ന് ചത്തുപോകും. അപ്പൊ ഒരു കാര്യം പഠിച്ചു വെച്ചോണം, മാറ്റാൻ പറ്റുന്ന എന്താണ്? ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. മൈൻഡ് വാക്ക് മാത്രമാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാവൂ. നിങ്ങളിപ്പം പപ്പ പറയാം, നാളെ രാവിലെ ഞാൻ ഇന്നതുപോലെ ചെയ്യുമെന്ന് പറയാം. നാളെ രാവിലെ എന്റെ ഭാര്യയ്ക്ക് വളരെ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വരുമോ? ചെയ്യൂ? ഇല്ല. മനസ്സിലായോ? അപ്പൊ മാറ്റാൻ പറ്റുന്ന എന്താണ്? വാക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എന്തുകൊണ്ട് അന്നേരം പിണറായി വിജയനും മോദി നരേന്ദ്രമോദി എന്ത് ഓരോ ദിവസവും വാക്ക് മാറ്റുമല്ലേ? ആരെങ്കിലും ചോദിക്കുന്നു? മനസ്സിലായോ? അപ്പൊ നമ്മളെ കൊണ്ട് ആവശ്യമുള്ളവനാണ് നമ്മളോട് പറയുന്നത് എന്താണ്? വാക്ക് മാറ്റരുതെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്വയം മാറുക. മനസ്സിലാവുന്നു? എന്തിനു വേണ്ടിയാ? ഈ അംഗീകാരവും അധികാരവും കിട്ടാനുള്ള, അല്ലെങ്കിൽ ആദരവ് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്തോ? സ്വയം മാറുക. രണ്ടെന്തുവാ? പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മുടെ നേട്ടങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ നമ്മൾ ആലോചിക്കുക. മനസ്സിലാവുന്നു? നമ്മുടെ ജീവിതത്തിലുണ്ടായ നന്മകളെ പറ്റി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കുക, നമ്മുടെ കഴിവ് എന്തൊക്കെയാണ്, സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇതെല്ലാം നമ്മൾ ആലോചിച്ച് നമ്മൾ ശക്തീകരിക്കുക. മനസ്സിലായി? എന്നിട്ട് പപ്പ പോലും പിന്തുണ തന്നില്ലെന്നിരിക്കട്ടെ, മനസ്സിലാവുന്നു? അപ്പൊ നിങ്ങൾ സ്വയം അങ്ങ് പിന്തുണ എടുക്കണം, മാനസിക പിന്തുണ. ഇന്നലെ ഞാൻ നിരാശയെ പറ്റി പറഞ്ഞപ്പോ എങ്ങനെ പറഞ്ഞു? സഹിക്കാൻ. ഞാനെന്തിനു മറ്റുള്ളവരുടെ തല്ലടി കേൾക്കുന്നത്? കണ്ണാടിയുടെ മുന്നിലോട്ട് എന്നിട്ട് സ്വയം അങ്ങ് തള്ളുക. എന്തൊരു സൗന്ദര്യാണ്! ഇത് സൂപ്പർ ആണല്ലോടെ. ഞാൻ ഇത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നു, എനിക്ക് ഇത്രയും മസിൽ ഉണ്ടായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് നിഷാദെ. നമ്മളെ പൊക്കുന്നതിന്റെ കൂട്ട് വേറെ ആർക്കും നമ്മളെ പൊക്കാൻ പറ്റത്തില്ല. നോക്കൂ, ഫസ്റ്റ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്വയം പുകഴ്ച നമ്മളെ പറ്റി പറയണം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം? പ്രസംഗിക്കാനൊന്ന് വായിക്കകത്ത് തുണി കയറ്റണം. തുണി കയറ്റിയിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് അലറണം. യെസ്, അങ്ങനെയൊക്കെ എന്തും ചെയ്യണം. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വേറൊരാളോട് പിന്നെ വേറെ കാര്യം, ഇച്ചിരി പൊക്കലൊക്കെ നമുക്ക് ആവശ്യമാണ്, പുകഴ്ചയൊക്കെ. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്തിട്ട് അവനോട് പറയണം, അളി ഇതെങ്ങനെ ഉണ്ടായിരുന്നു? അവൻ നോ പറയത്തില്ല. മനസ്സിലായ? അങ്ങനെയൊക്കെ നമ്മൾ സ്വയം അങ്ങ് അടിച്ചോണം. അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യനാണ് യൗമാർ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല,
മനുഷ്യൻ മൃഗങ്ങളുടെ കൂട്ട് നന്ദി ഉണ്ടാവത്തില്ല. മനുഷ്യൻ സിറ്റുവേഷൻ അനുസരിച്ച് മാറിയിരിക്കും. എന്താണ്? അതുകൊണ്ട് മാനസിക പിന്തുണ നമ്മൾ തന്നെ ഉണ്ടാക്കണം. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തുക. ജീവിതത്തെ ഒരു പാഠപുസ്തകമായി പഠിക്കുക. എന്തോ വേണ്ടേ? നമ്മുടെ ജീവിതം, ഷെർലി സാം ഗുഡ് മോർണിംഗ് കേട്ടോ, വാ, നമ്മുടെ ജീവിതത്തെ നമ്മൾ പാഠമായി പഠിക്കുമ്പോ ഉണ്ടല്ലേ, അന്നേരമേ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റൂ, മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. രാവിലെ എഴുന്നേക്കുന്നില്ല, എഴുന്നേക്കാൻ ഞാൻ വിചാരിച്ചാൽ നടക്കും. അപ്പൊ നമ്മളാണ് പഠിക്കേണ്ടത്. മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഒരു സംശയം ആദരവും അംഗീകാരവും ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്വയം പുകഴ്ച ആവശ്യമില്ല എന്ന് പറയരുത്. അതിനൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയട്ടെ. യേശു ഈ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. മനസ്സിലാവുന്നു? ഈ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോ ഒരുത്തൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, താങ്ക് യു ജീസസ്. എന്ത് പറഞ്ഞു? താങ്ക്സ് പറഞ്ഞു. അപ്പൊ യേശു അടുത്ത ചോദ്യം ചോദിക്കുക. എന്താ ചോദിച്ചേ? എന്താ ചോദിച്ചെന്നറിയാമോ? ബാക്കി 9 പേർ എവിടെ? ബാക്കി മനസ്സിലാവണം. അവരെന്തുകൊണ്ട് പറഞ്ഞില്ല? ചേട്ടാ ഒരു ചായ, ഒരു മിനിറ്റ്. ഒരു ഹോർലിക്സ് അല്ലെ ബൂസ്റ്റ്. മനസ്സിലായോ? നേഹ മനസ്സിലായോ? ചോദിച്ചു. അപ്പം ലോകത്ത് ആരും ആഗ്രഹിക്കുന്ന എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നന്ദി വാക്ക് കേൾക്കാൻ താല്പര്യപ്പെടും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മറ്റൊരാളെ പ്രൈസ് ചെയ്യാൻ മറക്കരുത്. അയാൾ ചെയ്ത നന്ദിക്ക് അയാൾക്ക് താങ്ക്സ് കൊടുത്തിരിക്കണം, ഒരു അംഗീകാരം കൊടുത്തിരിക്കണം. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പഠിപ്പിക്കും. ഫസ്റ്റ് എന്താണ്? നിങ്ങൾ അംഗീകാരം എടുക്കുന്നത് പോലെ, നിങ്ങൾ ആദരവ് എടുക്കുന്നത് പോലെ ആദരവ് കൊടുക്കാൻ പറ്റണം, സ്നേഹം കൊടുക്കാൻ പറ്റണം, അംഗീകാരം കൊടുക്കാൻ പറ്റണം. എടുക്കാൻ മാത്രമുള്ളതല്ല, കൊടുക്കാനുള്ള. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. എല്ലായിടത്തും പ്രതിസന്ധിയുണ്ട്. മനസ്സിലായ? ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ആർക്ക് മാത്രമാണ്? തിരിച്ചു വരേണ്ടത്. ഒരാൾ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ എടുക്കണ്ട. മനസ്സിലായ? ചെയ്തു കൊടുത്താൽ മതി. ഹൃദയത്തിൽ എടുക്കുന്നത് ആര് തീരുമാനിക്കുന്ന മാത്രമാണ്? നിങ്ങളുടെ ആത്മാവ്. ശരീരം മാത്രമല്ല എന്തോന്ന് പറയുന്നത്. നെൽസൺ എന്ന് പറയുന്നത്, പപ്പ അവിടെ ഇല്ലെങ്കിലും നിങ്ങൾ പപ്പ എവിടെ പോയെന്ന്, പപ്പ പുറത്തോട്ട് കണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രസൻസ്, ഞാൻ ഇവിടെ അമേരിക്കയിൽ പോയേക്കും, എന്നാലും നിങ്ങൾക്ക് ആ പ്രസൻസ് ആ വീട്ടിലുണ്ടോ? പപ്പ ഉണ്ട് എന്ന പ്രസൻസ്, അതാണ് ആത്മാവ്. മനസ്സിലാവുന്നു? അപ്പം ആ ആത്മാവിന് എന്ത് കൊടുക്കാൻ പറ്റണം? അതിനാണ് വാല്യൂ കൊടുക്കേണ്ടത്. അതാണ് ആത്മപ്രശംസ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട? നമുക്ക് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഒരാളെ പ്രൈസ് ചെയ്യാൻ പറ്റൂ. ആണോ? മോനൊരു താങ്ക്സ് ഒരാൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ശരീരം വേണം. അപ്പൊ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരാളെ താങ്ക്സ് പറയണം. അപ്പൊ ഏറ്റവും നല്ല വഴി എന്തോന്ന് മനസ്സിലായോ? കുഞ്ഞിന് മനസ്സിലായോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ ശരീരത്തിലിരിക്കുമ്പം എന്ത് ചെയ്യണം? പോസിറ്റീവ് പറയാനും അതിന് അംഗീകാരം കൊടുക്കാനും കഴിയണം. മനസ്സിലായോ? കുഞ്ഞോരോന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇനി ഞാൻ എന്തെങ്കിലും പറയണ്ടോ? എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ആദരവുമായിട്ടും അംഗീകാരമായിട്ട് ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയത്തിലൊക്കെ ആൾക്കാർ കിടന്ന് ഓടുന്നതിന്റെ കാരണം മനസ്സിലായോ? മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളും നമ്മുടെ രാജ്യവുമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മുടെ രാജ്യത്ത് അറ്റൻഷൻ കിട്ടും, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കും, അവിടെയും സ്നേഹം കാണും. മറ്റിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിൽ നിന്ന് 1000 മടങ്ങ് വിഭിന്നമാണ് നമ്മുടെ തോട്ട്. അതാണ് ഭാരതത്തിന്റെ കൾച്ചർ, അംഗീകാരം. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ എക്സ്പെഷ്യലി ഇതുള്ളത് കേരളത്തിലെ മാത്രമേ ഇന്ത്യയിൽ ഉള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നലെ ഒരു വാർത്താ ചാനലിൽ പറയുന്നിട്ടായിരുന്നു ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട്. എന്തായിരുന്നു കേട്ടോ? എന്തായിരുന്നു? ഒരു കമ്പാരിറ്റീവ് പഠനം ഉണ്ടായിരുന്നു. കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന് നടന്നപ്പോണ്ടല്ലേ വയസ്സന്മാരുൾപ്പെടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് കോൺഷ്യസാ, ഏറ്റെടുക്കുക, സഹായമായിട്ട് നിൽക്കുക. വെള്ളത്തിൽ വേണമെങ്കിൽ അവൻ ഒഴുകിപ്പോവും, അവൻ എവനെ രക്ഷിക്കാൻ ചാവും. പക്ഷെ അവിടെ നിന്ന് ഒരു മനുഷ്യനല്ല, ഒരു മൃഗം ഇറങ്ങി ഇവിടെ സഹായിക്കാനല്ല. ഗവൺമെന്റ് തന്നെ ജോലി ചെയ്യണം. മനസ്സിലായോ? അതുകൊണ്ടാണ് അതെല്ലാം സ്ലോ ആകുന്നത്.
ജനങ്ങളൂടെ കയറി ഇറങ്ങി ജനങ്ങൾ കയറിയെന്നല്ല, ആഞ്ഞു നിൽക്കും. അത് അംഗീകാരത്തിന് വേണ്ടി മാത്രമാണോ? മാനുഷിക പരിഗണന. ഒരു മാനുഷിക പരിഗണനയിലുള്ള അംഗീകാരം. മനസ്സിലാവുന്നു? നമ്മുടെ ഇവിടെ ഒരു കാര്യം ആലോചിച്ചോണം. ജീസസ് ക്രൈസ്റ്റ് ക്രൂശിക്കപ്പെട്ടു കേട്ടോ. ആ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നു അയാൾ ഉയർത്തെഴുന്നേൽക്കുമായിരുന്നു. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ പ്രവർത്തനം ഏതാ? ക്രൂശിക്കപ്പെട്ടതാണ്. മനസ്സിലാവുന്നു? അപ്പൊ ജീവിതത്തിൽ പലയിടത്തും നമ്മൾ ക്രൂശിക്കപ്പെടും. മനസ്സിലാവുന്നു? ആ ക്രൂശിക്കപ്പെടുമ്പോൾ ഓർത്തോണം, ഞാൻ ക്രൂശിക്കപ്പെട്ടതാണ് ബെറ്റർ. വൈ? എനിക്ക് ഇവിടുന്ന് ഉയർത്തെഴുന്നേക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് പറ്റണമെങ്കിൽ ഞാൻ ക്രൂശിക്കപ്പെടണം. മനസ്സിലായോ? അപ്പം ആ ക്രൂശീകരണത്തിന് കാരണമായ കാര്യം എന്തായിരുന്നു? ബുദ്ധി കൊണ്ട് പറയണം. അതുകൊണ്ടാണോ ക്രൂശിച്ചേ? സിമ്പിളായിട്ട് ചിന്തിക്കും. അദ്ദേഹത്തെ ക്രൂശിച്ചത് എന്തുകൊണ്ട്? അല്ല, എതിരെ സംസാരിച്ചത് കൊണ്ടൊന്നും അല്ല. എതിരെ സംസാരിച്ചാലും അവർക്ക് പിടിച്ചാൽ ക്രൂശിച്ചാൽ പോരായിരുന്നു. അവർക്കൊരു റീസൺ വേണമായിരുന്നു. ആരായിരുന്നു റീസൺ? ഇസ്കരിയോത്ത യൂദ. നിങ്ങളെ തള്ളിപ്പറയണം, കൂടെ നടക്കുന്നവൻ അല്ലെങ്കിൽ ഈ സമൂഹം നിങ്ങളെ തള്ളി പറയുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ? ക്രൂശിക്കപ്പെടൂ. ഇതെല്ലാം സിംബോളിക്കായിട്ട് കണ്ടേ. പിന്നെ എല്ലാം യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പ്രശ്നം? നിങ്ങളെ ക്രൂശീകരിക്കാനുള്ള ഒരു റീസൺ മാത്രമാണ് കൂടെ നടക്കുന്നവർ നിങ്ങളെ അപമാനിക്കുന്നത്, നിങ്ങളുടെ അംഗീകാരം എടുത്തു മാറ്റുന്നത്, നിങ്ങളുടെ ആദരവ് എടുത്തു മാറ്റുന്നത്, നിങ്ങളെ ചെളിവാരി എറിയുന്നത്, നിങ്ങളെ വേദനിപ്പിക്കുന്നത് എല്ലാം എന്താണ്? നിങ്ങളുടെ ക്രൂശീകരണമാണ്. അതിന് കാരണമായി തീരും. ആ ക്രൂശീകരണം ഉള്ളപ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവൂ. മേഴ്സി റജി, ഗുഡ് മോർണിംഗ്. സുജിത് കുമാർ, മുഹമ്മദ് ഷ്യാം, എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേടുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ക്രൂശീകരണങ്ങളും നമ്മുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ഉയർത്തെഴുന്നേൽപ്പ് ഈ ലോകത്ത് ഉയർത്തെഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ലോകത്ത് ഒന്നുകിൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് കൊണ്ട്. അതായത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ മരണത്തിലെങ്കിലും ഉയർത്തെഴുന്നേൽക്കും. മനസ്സിലായോ? സോ യു ഡോണ്ട് വറി. സൂപ്പറായിട്ട് സന്തോഷത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. സ്നേഹവും ആദരവും നേടിയെടുക്കേണ്ടതിനുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടത് ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.